കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവകളാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അത് NIA ആയാലും ED ആയാലും CBI ആയാലും. രാഷ്ട്രീയ എതിരാളികളെ പൂട്ടുക എന്നത് മാത്രമാണ് അവരെ കൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. CBI കൂട്ടിലടച്ച തത്തയാണെന്ന് പറഞ്ഞത് ഈ നാട്ടിലെ പരമോന്നത നീതിപീഠമാണ്. എന്നാൽ BJPയുടെ രാഷ്ട്രീയത്തിന് നിന്നുകൊടുക്കാത്ത ചുരുക്കം ചില സ്ഥാപനങ്ങളെ ബാക്കിയുള്ളൂ. അതിലൊന്നാണ് കോടതികൾ. കഴിഞ്ഞ ദിവസം സവർക്കറുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ വെറുതെ വിട്ടിരുന്നു. ഇതോടെ വലിയ തിരിച്ചടി നേരിട്ട കേന്ദ്ര സർക്കാരിന് വീണ്ടും കൊട്ടുകൊടുക്കുന്നുണ്ട് സുപ്രീം കോടതി. CBIയെ നിർത്തിപ്പൊരിച്ചാണ് രാഹുലിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ സുപ്രീം കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരായ പരാതിയിലെ ആരോപണങ്ങൾ ഗൗരവമേറിയതാണെന്ന് CBI സുപ്രീം കോടതിയെ അറിയിക്കുകയായിരുന്നു. ഉടനെ കോടതിയുടെ ചോദ്യം തിരിച്ചു വന്നു. എന്തുകൊണ്ട് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് CBIയോട് ചോദിച്ചത്. ഇതോടെ CBIയും കേന്ദ്ര സർക്കാരും ഒരുപോലെ ആപ്പിലായി. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുവാനായി പല കേസുകളും കെട്ടിച്ചമച്ച് നിയമ പോരാട്ടത്തിലാണ് BJP നിൽക്കുന്നത്. എന്നാൽ സെഷൻസ് കോടതികളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്ന കേസുകൾ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ചീറ്റിപ്പോവുകയാണ്. ആരോപണം ഗൗരവമേറിയതാണെങ്കിൽ എന്തുകൊണ്ട് CBI നടപടിയെടുത്തില്ല എന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്കെതിരായ ഹർജിയിലെ നടപടികൾ നീട്ടിവയ്ക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. രാഹുൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാരോപിച്ച് നൽകിയ പരാതിയിൽ CBIയോടും EDയോടും അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ അലഹബാദ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് രാഹുൽ ഗാന്ധിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിച്ചത്. അലഹബാദ് ഹൈക്കോടതിയിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. എന്നാൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനെ CBIക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു എതിർക്കുകയായിരുന്നു. പരാതിയിലെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അതിലിപ്പോൾ പരിശോധന നടക്കുകയാണെന്നും അറിയിച്ചു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമായിട്ടില്ലെന്നും അതിനാൽ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നും SV രാജു ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് കോടതി പൊട്ടിത്തെറിച്ചത്. പരാതി ഗൗരവകരമാണെങ്കിൽ എന്തുകൊണ്ടാണ് CBI ഇതുവരെ നടപടിയെടുക്കാത്തതെന്ന് ബെഞ്ചിലെ അംഗമായ ജോയ്മാല ബാഗ്ചി ചോദിച്ചു. തുടർന്നാണ് രാഹുൽ ഗാന്ധിക്കെതിരായ ഹർജിയിലെ നടപടികൾ നീട്ടിവയ്ക്കാൻ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നത് വരെയാണ് നടപടികൾ നീട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതോടെ കേസിൽ അന്വേഷണ റിപ്പോർട്ട് CBIക്ക് ഫയൽ ചെയ്യാൻ കഴിയില്ല. അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെ രാഹുൽ ഗാന്ധി ഫയൽ ചെയ്ത ഹർജിയിൽ വിഘ്നേഷ് ശിശിർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇതോടെ അടുപ്പിച്ച് 2 കേസുകളിലാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ പരാമർശങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞയാഴ്ച സംഘപരിവാർ നേതാവ് സവർക്കറെ അപമാനിച്ചുവെന്ന് കാണിച്ചെടുത്ത കേസിൽ രാഹുൽ ഗാന്ധിയെ സുപ്രീം കോടതി വെറുതെ വിട്ടിരുന്നു. സ്വകാര്യ ക്രിമിനൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിൽ നിലനിന്നിരുന്ന കേസാണ് സുപ്രീം കോടതി റദ്ദാക്കിയത്. രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിട്ടില്ലെന്ന് ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ഇതേ തുടർന്നാണ് കേസും അതിന്റെ അടിസ്ഥാനത്തിൽ ലക്നൌ കോടതി പുറപ്പെടുവിച്ച സമൻസും സുപ്രീം കോടതി റദ്ദാക്കിയത്. ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത, ഷീൽ നാഗു എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച് നൽകിയ കേസ് റദ്ദാക്കിയത്. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തിയെന്നാരോപിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153A, 505 വകുപ്പുകൾ പ്രകാരം വിചാരണ നേരിടാൻ ലക്നൌവിലെ വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് ചോദ്യം ചെയ്താണ് രാഹുൽ സുപ്രീം കോടതിയെ സമീപിച്ചത്. നേരത്തെ വിഷയത്തിൽ ഇടപെടാൻ അലഹബാദ് ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു.